Debate with Dr. Arun Kumar. കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി ലക്ഷ്യം വെച്ചുള്ള മാതൃകാ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിക്കാൻ വലിയ ഗൂഢാലോചനയുണ്ടോ? ഗുണഭോക്താക്കളിൽ അതിസമ്പന്നരും ഭീമമായ ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടത് വേണ്ടത്ര ജാഗ്രത പുലർത്താഞ്ഞോ അതോ മനഃപൂർവ്വം തിരികെ കയറ്റിയതോ? നിരാലംബരായ മനുഷ്യർക്ക് പ്രതിമാസം നൽകുന്ന 1600 രൂപ കൈപ്പറ്റുന്ന ഒരു ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് 50 ലക്ഷം വിലമതിക്കുന്ന BMW കാർ ഉടമയാണ്. മറ്റൊരാളുടെ പങ്കാളിക്ക് സർവീസ് പെൻഷനുണ്ട്. ചിലരുടെ വീടുകളിൽ AC ഉണ്ട്. മറ്റു ചിലരുടെ വീടുകൾ 2000 ചതുരശ്ര അടിയിൽ കൂടുതലുണ്ട്. കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിലുള്ള 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരാണ് എന്നാണ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ വിഭാഗം കണ്ടെത്തിയത്. ചോദ്യം ഇതാണ്: ആർത്തിയോ അനാസ്ഥയോ? ഡോക്ടർ ഹനീഷ, കോട്ടയ്ക്കൽ നഗരസഭ അധ്യക്ഷ, നമ്മളോട് പറഞ്ഞത് ഒന്ന് കേട്ടുവരാം. 56 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താക്കളും 6 വിധവാ പെൻഷനും 1 വികലാംഗ പെൻഷനെയാണ് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത്. 2022 കൂടി 28ഓളം പെൻഷനുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ലിസ്റ്റ് വരും. അതിൽ എത്ര പേര് ഇനിയും പെൻഷൻ വാങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും. അതിനുള്ള തുടർ നടപടി സ്വീകരിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ക്രമക്കേട് നമ്മൾ പരിശോധിക്കും, തുടർ നടപടി സ്വീകരിക്കും. ഈ 62 ആളുടെ മാത്രമല്ല, 63 ആളുടെ മാത്രമല്ല, 32 വാർഡുകളിലും നമ്മൾ വീണ്ടും പരിശോധന നടത്തി അനർഹരുണ്ടെങ്കിൽ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കും. നമുക്കിപ്പം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, CPM പ്രതിനിധി, NGOയുടെ വൈസ് പ്രസിഡന്റ് AM ജാഫർ ഖാൻ, കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ അല്പസമയത്തിനുള്ളിൽ ചേരും. സാമൂഹ്യ നിരീക്ഷക ധന്യരാമനും നമുക്കൊപ്പമുണ്ടാവും. ആദ്യം അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ച് കേരളം മാതൃകയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണോ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇതിനുത്തരവാദി കൃത്യസമയത്ത് മസ്റ്ററിംഗ് നടത്താതെ പോയ ഈ ഗുണഭോക്താക്കളാണോ? അതല്ല അതിൽ സർക്കാർ വകുപ്പുകൾക്ക് അനാസ്ഥയുണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇതിപ്പോൾ 1458 പേർ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അനധികൃതമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള വാർത്ത ഗവൺമെൻറ് തന്നെ നടത്തിയ ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയത്. ഒരിക്കലും അർഹരായവരല്ല ഇവർ. കാരണം പെൻഷൻ്റെ ആവണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ. കാരണം ഓരോ വർഷവും മസ്റ്ററിങ് നടത്തി കൃത്യമായിട്ട് പെൻഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് വേണം അവർ പോകാൻ. അവരുടെ വീട്, അവരുടെ വീട്ടിലുള്ള വീടിൻ്റെ സൗകര്യം, അവർ ഉപയോഗിക്കുന്ന വാഹനം, അവരുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അതുപോലെ അവരുടെ ആശ്രിതരുടെ വരുമാനം, മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മാനദണ്ഡത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഒരു തരത്തിലും അവർ പെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ അതുപോലെ തന്നെ ശമ്പളമോ കൈപ്പറ്റുന്നവരാകാൻ പാടില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 1458 പേർ ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരും പെൻഷൻ്റെ മാനദണ്ഡത്തിൽ പെടാത്തവരുമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് കൃത്യമായി തന്നെ പരിശോധിച്ച് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും അവർ വാങ്ങിച്ച പണം തിരിച്ച് അടപ്പിക്കേണ്ടതും അതോടൊപ്പം തന്നെ സർവീസ് റൂൾ അനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ പോകണമെന്നതാണ് അഭിപ്രായം. ഇവിടെ ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുകയും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയും റവന്യൂ രേഖകളടക്കം ഹാജരാക്കുകയും ചെയ്താൽ മാത്രമാണ് പെൻഷൻ ഓരോ വർഷവും പുതുക്കി വരൂ. കൃത്യമായി മാനദണ്ഡം നിശ്ചയിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ രേഖകൾ ഹാജരാക്കി പുതുക്കണം, മസ്റ്ററിങ്ങിന് വിധേയമാകണമെന്ന് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നടപ്പാക്കും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൻ്റെ ഭാഗമായി കിട്ടിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കണം. ചിലപ്പോൾ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ആ വിധവാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ജോലി കിട്ടുകയും അതിൻ്റെ ശമ്പളം അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുമ്പോഴും വിധവാ പെൻഷൻ അവർ ക്യാൻസൽ ചെയ്യാതെ പോകുന്ന സാഹചര്യമാണോ? അതുപോലെ വികലാംഗരായിട്ടുള്ള ആളുകൾ ആ വികലാംഗ പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സർവീസിൽ ജോലി കിട്ടുമ്പോൾ ആ രണ്ടും കൂടി വാങ്ങിക്കുന്നതാണോ? അങ്ങനെ ഓരോ കേസും സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും BMW കാറടക്കം വീട്ടിലുള്ളവർ വരെ പെൻഷൻ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ടത് നിഷേധിക്കുന്നതോടൊപ്പം തന്നെ അനർഹമായിട്ട് ഇവർ കൈപ്പറ്റുകയാണ്. ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തിൽ തന്നെയാണ്
തന്നെയാണ് കാണുന്നത്. ഈ 1458 ഒതുങ്ങുമെന്ന് ഗവൺമെന്റ് വിശ്വസിക്കുന്നില്ല. കാരണം കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം 62 ലക്ഷം പേർ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. 6 പേരെ എടുത്താൽ അതിലൊരാൾ പെൻഷൻ വാങ്ങിക്കുന്നവരാണ് കേരളത്തിലെ ജനസംഖ്യ. 3.5 കോടിയിൽ 62 ലക്ഷം പേർ. അതിൽ 98% പെൻഷനും സംസ്ഥാന ഗവൺമെന്റ് തന്നെ കണ്ടെത്തുന്നതാണ്. 5 തലത്തിലാണല്ലോ പെൻഷൻ കൊടുക്കുന്നത്. കർഷക തൊഴിലാളി പെൻഷനും അതുപോലെ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, ഇത് രണ്ടും സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ് പൂർണ്ണമായിട്ടും പണം കൊടുക്കുന്നത്. വാർദ്ധക്യകാല പെൻഷനും അതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ, അതുപോലെ വിധവാ പെൻഷൻ, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. ഏതായാലും പെൻഷൻ എന്നുള്ളത് നമ്മുടെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട അവകാശമാണ്. ആ അവകാശം നിഷേധിക്കുന്നതും അതോടൊപ്പം തന്നെ അത് തട്ടിയെടുക്കുന്നതും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ വിഭാഗമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടക്കലിലെ നഗരസഭയിലെ 7ാമത്തെ വാർഡിലെ 42 പേരിൽ 38 പേരും അനർഹരാണ് എന്ന് ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇതുകൂടാതെയാണ് ഐക്യയും സ്പാർക്കുമായിട്ട് നടത്തിയ ക്രോസ് മാച്ചിങ്ങിൽ കണ്ടെത്തിയിരിക്കുന്ന 1458 പേർ. ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 2022 ഒരു CAG റിപ്പോർട്ടിലേക്കാണ്. ഈ CAG റിപ്പോർട്ടിൽ മറ്റു പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നത് ശ്രദ്ധിക്കണമെന്നും ജാഗ്രത വേണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും 2022 2 വർഷങ്ങൾക്ക് മുമ്പുള്ള CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അച്ചടക്ക നടപടിയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് വിമർശനം. അത് ശരിയല്ലേ KS അരുൺകുമാർ? അതല്ല, ഞാൻ അങ്ങയുടെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ ചുമത്താം. 2010-11 മുതൽ 2014-15 വരെ ഇത്തരം പെൻഷൻ വിതരണത്തിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ചില ആളുകൾ പല പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട്. അത് വിധവാ പെൻഷൻ മേടിക്കുന്നവർ തന്നെ വികലാംഗ പെൻഷൻ മേടിക്കുന്നുണ്ട്, അത് തന്നെ കർഷക തൊഴിലാളി പെൻഷൻ മേടിക്കുന്നുണ്ട്. അപ്പം 3, 4, 5 പെൻഷൻ വരെ വാങ്ങിക്കുന്നവരുണ്ട്. അത് ഇരട്ടിപ്പ് അടക്കം വരികയാണ്. അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന വലിയ ഓഡിറ്റ് റിപ്പോർട്ട് 2014-15 കാലഘട്ടത്തിൽ തന്നെ വന്നതാണ്. അന്ന് 32 ലക്ഷം പേർക്ക് 600 രൂപ വീതമാണ് 2016 പെൻഷൻ കൊടുക്കുന്നത്. അവസാന ഘട്ടത്തിൽ, അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ അതിനാകെ വേണ്ടി വരുന്നത് 205 കോടി രൂപ മാത്രമാണ് 2015-16 ഘട്ടത്തിൽ 32 ഗുണം 600 കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ അത്തരത്തിൽ ഒരേ വ്യക്തി തന്നെ നിരവധി പെൻഷൻ മേടിക്കുന്നുണ്ട് എന്നുള്ള കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അടക്കം അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിമർശനം വന്നപ്പോഴാണ് കൃത്യമായിട്ടുള്ള മസ്റ്ററിംഗ് വച്ചത്. അത് കിടപ്പ് രോഗിയാണെങ്കിൽ ആ കിടപ്പ് രോഗിയുടെ വീട്ടിൽ പോയി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം. ബാക്കിയുള്ളവർ കൃത്യമായി അവരുടെ രേഖകൾ, അതും റവന്യൂ റെക്കോർഡ്സും, അത് ഏത് വിഭാഗത്തിലാണോ അവർ പെൻഷൻ വാങ്ങിക്കുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഹാജരാക്കണം എന്നുള്ള മസ്റ്ററിംഗ് 2016 മുതൽ കൃത്യമായി നടപ്പാക്കുകയാണ്. അപ്പോൾ 2016 ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന രൂപത്തിലേക്ക് ആക്കിയത്. ഇപ്പൊ വിധവയാണെങ്കിൽ ആ വിധവ അംഗവൈകല്യമുള്ളവരാണെങ്കിൽ അതിനുശേഷം 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഇങ്ങനെ അനർഹർ വാങ്ങിയത് 39 കോടി രൂപയിൽ പരമാണ് എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ആ 2022 ശേഷം 23 സാമ്പത്തിക വർഷം കടന്നു, അന്ന് നടപടി ഉണ്ടായില്ല. ഇതിപ്പോൾ 24ാമത്തെ സാമ്പത്തിക വർഷം ഐക്യം മാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് 1400-ലധികം ആളുകളുടെ പേര് പുറത്തു വരുന്നത്. 9400-ലധികം അനർഹർ, മറ്റു സർക്കാർ സർവീസിലുള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് അന്നത്തെ CAGയുടെ കണ്ടെത്തലരുൺ. യെസ്, അതിൻ്റെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തി. ഇപ്പോൾ ഒരു വീട്ടിൽ AC ഉണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ അത് പരിശോധനയുടെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ ആ വീട്ടുകാരെ AC അഴിച്ച് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. അപ്പോൾ പരിശോധനയിൽ അത് കണ്ടെത്തുന്നില്ല, ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു വരുന്നു, AC എടുത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വാഹനമുണ്ടെങ്കിൽ അത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പോയി പാർക്ക് ചെയ്യുന്നു. അത്തരത്തിൽ ഗവൺമെൻറ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ, ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗൗരവമായി ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. അത് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും അടക്കം ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥൻ, അതുപോലെ പെൻഷൻ അനുവദിച്ച് നൽകുന്ന ഉദ്യോഗസ്ഥൻ, അത്തരത്തിലുള്ളവർ പോലും ഇത്തരം പെൻഷൻ കൈപ്പറ്റുന്നു. കോളേജ് അധ്യാപകരും അതുപോലെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം കൈപ്പറ്റുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ കൂട്ടായിട്ടുള്ള പരിശോധനയും ഇടപെടലുകളും വേണം. തീർച്ചയായിട്ടും വേണം. വളർത്തിയെടുക്കണം. ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി എന്ന കേരളത്തിന്റെ ഒരു മാതൃകാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നത് ആരാണെങ്കിലും അവർ സാമൂഹ്യദ്രോഹികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ AM ജാഫർ ഖാൻ NGOയുടെ വൈസ് പ്രസിഡന്റാണ് നമുക്കൊപ്പം ഉള്ളത്. ശ്രീ ജാഫർ ഖാൻ, 2 കോളേജ് അധ്യാപകർ, 3 ഹയർ സെക്കൻഡറി അധ്യാപകർ അടക്കം ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കമാണ് ഈ പെൻഷൻ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇവരോട് ആര് പൊറുക്കും ശ്രീ AM ജാഫർ? അത് ആരുടെ വീഴ്ചയായിട്ടാണ് നമ്മൾ കാണേണ്ടത്?
പെൻഷൻ പണം തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ടോ അതോ കൃത്യമായ സമയത്ത് ഇടപെടാതിരുന്ന വകുപ്പുകളുടെ ജാഗ്രത കുറവായിട്ടോ എങ്ങനെയാണ് നമ്മളിതിനെ വ്യാഖ്യാനിക്കേണ്ടത്? ശ്രീ എ എം ജാഫർ ഖാൻ. ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച നടക്കുന്നതാണ്. 2 കോളേജ് അധ്യാപകർ, 3 ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, 3 ഹയർ സെക്കൻഡറി അധ്യാപകരടക്കം 1458 ജീവനക്കാർ. ആരാണ് ഈ 2 കോളേജ് അധ്യാപകർ? ആരാണ് ഈ ഹയർ സെക്കൻഡറി അധ്യാപകർ? എൻ്റെ ഈ വിവരാവകാശ നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുഴുവനും അറിയാൻ പറ്റുന്ന ഈ നാട്ടിൽ ഈ 2 ഹയർ സെക്കൻഡറി ഉദ്യോഗസ്ഥരെയും 2 കോളേജ് അധ്യാപകരെയും അടക്കമുള്ളവരുടെ പേര് എവിടെ? അവരുടെ ഡീറ്റെയിൽസ് എവിടെ? മറ്റ് 1458 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത് കിട്ടേണ്ടവരിൽ നിന്ന് തട്ടിയെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ അത് വാങ്ങുന്നുവെങ്കിൽ 100% അതിനെ എതിർക്കുന്നു, അതിനെ അംഗീകരിക്കുന്നില്ല. അവർക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കേണ്ടത് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംഘടനകൾക്ക് ഏതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇതൊരു പുകമറ സൃഷ്ടിക്കലല്ലേ? എന്തുകൊണ്ട് ആ പേര് പുറത്തുവിടുന്നില്ല? ശ്രീ അരുൺകുമാറിന് അറിയാമെങ്കിൽ ആ പേര് പുറത്തുവിടണം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്? ആളെ ഐഡന്റിഫൈ ചെയ്യാമല്ലോ. എന്തുകൊണ്ട് പേര് പുറത്തുവിടുന്നില്ല? എന്തിനാണ് പേര് പുറത്തുവിടുന്നത്? ആ പേരിൽ എന്തിരിക്കുന്നു? അല്ല, പുറത്തുവിടാതെ എങ്ങനെയാ അവരെ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പുറത്ത് വന്ന റിപ്പോർട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എന്ത് റിപ്പോർട്ടാ? ഏത് പരിശോധനയുടെ റിപ്പോർട്ടാ? ധനകാര്യ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാണോ? അതേ പിന്നെ വേറെ ഏതെങ്കിലും കണ്ടെത്തലാണോ? ഇതൊന്നുമല്ല. ഇത് 2022 CAGയുടെ റിപ്പോർട്ടിൻ്റെ അതാണ് അന്ന് കണ്ടെത്തിയതാണ്. ഇത് 2 കൊല്ലം മുമ്പ് കണ്ടെത്തിയതാണ്. അതിൻ്റെ ഒരു പരിശോധന ഒരുപക്ഷെ ഇപ്പോൾ IKM നടത്തി കാണും. ആ IKM നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണം. അല്ലാതെ 4-5 പേരെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിച്ചുകൊണ്ട് പോകുന്നവരാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം ശരിയല്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ശിക്ഷ നൽകണം. അതിനും നമുക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇന്നും അത് പുറത്തുവിടാതെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? അത് സംഘടനകൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ സംഘടനകൾ ആശങ്കപ്പെടണം. സർവീസ് സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഇതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നാണക്കേടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിന്റെ രൂപ തട്ടിപ്പിലൂടെ നേടുന്നു. കേട്ടില്ല. നിങ്ങളുടെ അസോസിയേഷനിലെ അംഗങ്ങളാണോ എന്നൊരു പ്രാഥമിക പരിശോധന നടത്തിയോ? നാളെ ഇനി പേര് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ അസോസിയേഷനിലുള്ള അംഗങ്ങളാകരുത്. ഞങ്ങൾ നടത്തി. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ അംഗങ്ങൾ ആരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ അംഗങ്ങളായിട്ട് ആരുമില്ല. പക്ഷേ ഇത് പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ചോദ്യമാണ്. പൊതുസമൂഹം കഴിഞ്ഞ 2 ദിവസമായി ചോദിക്കുന്നു, ആരാണിത്, എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ കർഷക തൊഴിലാളി പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഭിന്നശേഷിക്കാർക്കും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പെൻഷൻ അംഗപരിമിതിയുടെ വിഭാഗത്തിലും അതേപോലെ വിധവാ പെൻഷൻ വിഭാഗത്തിലുമാണ്. അതിന് പ്രായപരിധി 60 വയസ്സില്ലല്ലോ. അവർക്കിത് കിട്ടിക്കൊണ്ടിരുന്നു. ജോലി കിട്ടിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചില്ല, അത് തുടരുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അല്ല, അത് തുടരുന്നുവെങ്കിൽ ഇവിടെ ശ്രീ അരുൺകുമാർ പറഞ്ഞല്ലോ മസ്റ്ററിങ് നടത്തുന്നു. സുഹൃത്തെ, എന്ത് മസ്റ്ററിങ്ങാണ് നടത്തുന്നത്? മസ്റ്ററിങ് നടത്തുന്നത് അക്ഷയയിൽ പോയിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അക്ഷയയിൽ ചെന്ന് ആധാർ കാർഡും അല്ലെങ്കിൽ വിരലടയാളവും വെച്ച് ബോധ്യപ്പെടുത്തി പോകുന്നതിനപ്പുറത്ത് എന്ത് മസ്റ്ററിങ്ങാണ്? ഇവിടുത്തെ മസ്റ്ററിങ്ങിൻ്റെ അപാകത ആദ്യം പരിഹരിക്കണം. മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ അയാൾ നേരത്തെ വാങ്ങിയിരുന്ന ആൾ, അയാൾക്കിപ്പോൾ ജോലി കിട്ടിയോ, അയാൾക്ക് വരുമാനം കൂടിയോ, അയാൾക്ക് കാറുണ്ടായോ, അയാൾക്ക് വരുമാനം കൂടി, അയാൾ വലിയ വീട് വെച്ചിട്ടുണ്ടോ, ആ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. ഈ മസ്റ്ററിങ് എന്ന് പറയുന്നത് സർവീസ് പെൻഷൻകാർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ഒരു കാര്യവും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് പെൻഷൻകാർ അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം മതി. അതാണ് മസ്റ്ററിങ്. അതേ മസ്റ്ററിങ് ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലും നിങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് വിഷയം. അത് മാത്രമല്ല, ഇത് നേരെ ചൊവ്വേ രീതിയിൽ
ഇത് പഞ്ചായത്തുകളിൽ ഇത് ഇതിൻ്റെ പരിശോധന നടത്തുവാനുള്ള നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതൊക്കെ നിങ്ങൾ നിർത്തലാക്കുന്നു. ഈ കഴിഞ്ഞ 2 കൊല്ലമായി അതൊക്കെ നിർത്തലാക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്, ഇതിൻ്റെ പേരുകൾ പുറത്തുവിടാത്തത്, ഇത് സർവീസ് സംഘടനകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത്, ഇതിലൊരു പുകമറയുണ്ട്, ഇത് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. ഒരു പുകമറ സൃഷ്ടിക്കുകയാണോ ധനമന്ത്രി എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കണം. അല്ല ഇദ്ദേഹം ബഹുമാനപ്പെട്ട സുഹൃത്ത് തനി രാഷ്ട്രീയ സ്വഭാവത്തോടെ പറയുക. ഇവിടെ ഞാൻ പറയാം UDFന്റെ ഭരണകാലത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു 32 ലക്ഷം × 600 205 കോടി രൂപ മതി ഒരു മാസം പെൻഷൻ കൊടുക്കാൻ. ഇന്ന് 62 ലക്ഷം × 1600, അതായത് 992 കോടി വേണം. അതായത് UDFന്റെ കാലത്ത് ഒരു മാസം കൊടുത്ത പെൻഷൻ കൊടുക്കാനുള്ള തുകയുടെ 5 ഇരട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊടുക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും അനധികൃതമായി കൊടുക്കാനാണോ ഗവൺമെന്റ് ശ്രമിക്കുക? 2, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും വലിയ സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തിന്റെ ഭാഗമായി 2022 മാർച്ച് 31 വരെ ഒരു മാസം പോലും കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്തു. 2022 മാർച്ച് 31 ശേഷം പെൻഷൻ കമ്പനികളുടെ മേലുള്ള നിയന്ത്രണത്തിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ കാലതാമസം വന്നു. 3-4 മാസത്തെ കുടിശ്ശിക വന്നത് നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോ അനധികൃതമായി കൊടുക്കാനാണോ ആരെങ്കിലും ശ്രമിക്കുക? ഇന്റഗ്രിറ്റിയുടെ നോക്കൂ, ജാഫർ ഖാൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമല്ലേ അരുൺ? അതായത് വിവിധ സർവീസ് സംഘടനകളിൽപ്പെട്ടവർ പരസ്പരം നോക്കുകയാണ്. നീയാണോ ആ സർവീസ് പെൻഷൻ, ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയത്? കേരളത്തിലെ പൊതുസമൂഹത്തിലെ കോളേജ് അധ്യാപകരെയും ഹയർ സെക്കൻഡറി അധ്യാപകരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്, പേര് വെളിപ്പെടുത്താതെ ഈ കാര്യം മാത്രം വെളിപ്പെടുത്തുമ്പോൾ. അപ്പോൾ പേര് വെളിപ്പെടുത്തിക്കൂടെ എന്നാണ് അസോസിയേഷന്റെ പ്രതിനിധി ചോദിക്കുന്നത്. അത് ന്യായമായ ചോദ്യമല്ലേ അരുൺ? അത് നിയമപരമായിട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും. അതായത് ഇപ്പോൾ 1452 പേരുടെ കണ്ടെത്തി, അവർക്കെല്ലാം ഇൻഡിവിജ്വൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പെൻഷന് പുറമെ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ പുറമെ ഇന്ന ആനുകൂല്യത്തിന് പുറമെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാരണം ബോധിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ 2 കേസുണ്ട്, അത് വളരെ ഗൗരവമാണ്. ഇപ്പോൾ ജന്മന അംഗവൈകല്യമുള്ള ഒരാൾ, അത് അംഗവൈകല്യ പെൻഷൻ 18 വയസ്സിന് ശേഷം കിട്ടുന്നു. അയാൾക്ക് ഒരു 40 വയസ്സാവുമ്പോൾ ഒരു ജോലി കിട്ടുന്നു. ആ പെൻഷൻ റദ്ദാക്കാതെ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുക്കാതെ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ അത് കൃത്യമായി ഇൻഫോം ചെയ്ത് എനിക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വേണ്ട എന്ന് പറയേണ്ട ചുമതലയുണ്ട്. അതുപോലെ ഒരു വിധവയ്ക്ക് ഒരു 40-50 വയസ്സിൽ ജോലി കിട്ടുന്നു. അത്തരം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഇത് സൂക്ഷ്മമായി പരിശോധിക്കുക. ഒരാളെയും പൊതുസമൂഹത്തിൽ പേരുദോഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊന്നും ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് ഇത് അന്വേഷണം ആരംഭിച്ചു, നോട്ടീസ് ഇഷ്യൂ ചെയ്തു, അവരുടെ മറുപടി മേടിക്കും. ആക്കാത്തതല്ലേ? അതിൽ കുറ്റമറ്റതായി മസ്റ്ററിംഗ് പ്രക്രിയ നടത്തിയിരുന്നെങ്കിൽ എങ്ങനെയാണോ സർവീസ് പെൻഷന്റെ കാര്യത്തിലുള്ളത് അതുപോലെ ഒരു മസ്റ്ററിംഗ് സംവിധാനം ഇവിടെ അക്ഷയ കേന്ദ്രത്തിൽ പോവുക, അവിടെ ഒരു വിരലടയാളം കൊടുത്താൽ പ്രശ്നം അവസാനിച്ചു, അവിടെ സർവീസ് പെൻഷൻ കിട്ടും. അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ നടപ്പിൽ വരുത്തേണ്ടതല്ലേ? അതല്ലേ ഇന്നിപ്പോ കോട്ടക്കലിൽ സംഭവിച്ചത്? അതല്ലേ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട NGO അസോസിയേഷന്റെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നടത്തുന്നത്. ഇവിടെ മസ്റ്ററിംഗ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷയ സെന്ററിൽ പോയി തമ്പ അടയാളം എടുക്കുന്നത് മാത്രമല്ല, കൃത്യമായി ആദ്യം തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, 2016 തന്നെ പറഞ്ഞു, പെൻഷൻ ഏകീകരിക്കുന്നു, ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ ഇന്നതാണ് പെൻഷന്റെ മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങളിൽ അനധികൃതമായി നിരവധി ശതമാനം ആളുകളുണ്ട്. അതുകൊണ്ട് സ്വയം പിരിഞ്ഞു പോകാൻ ഇത്ര മാസം സമയം. കാരണം പലർക്കും ആ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇതിന് അർഹത അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം, അത് പിരിഞ്ഞു പോകാനുള്ള സമയം കൊടുത്തു. കുറേ വലിയ ശതമാനം ആളുകൾ പിരിഞ്ഞു പോയി, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി. എന്നിട്ട് പിരിഞ്ഞു പോകാത്തവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി. വീട്ടിൽ വന്ന് പരിശോധിക്കുന്നു, റവന്യൂ റെക്കോർഡ്സ് പരിശോധിക്കുന്നു. അതുപോലെ ഗൾഫിൽ, വിദേശത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിരവധി ജോലിയുള്ള മക്കൾ ഉള്ളപ്പോൾ, മരുമക്കൾ ഉള്ളപ്പോൾ വീട്ടിൽ താമസിക്കുന്നവരടക്കം പെൻഷൻ വാങ്ങിക്കുന്ന സാഹചര്യമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് അവരുടെയൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഗവൺമെന്റ് സംവിധാനത്തെ കബളിപ്പിക്കാൻ വേണ്ടി കുറ്റകരമായി ഗൂഢാലോചന നടത്തി ചില ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു. ഇത് സംവിധാനം ചെയ്യേണ്ടത് പഞ്ചായത്താണല്ലോ, പെൻഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്.
ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്ന സംവിധാനമല്ല പഞ്ചായത്ത് തലത്തിൽ. ചില പഞ്ചായത്ത് മെമ്പർമാർ അവർക്ക് ജയിച്ചു കയറി വരാൻ വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് ചില അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി ഒരു പരിഗണന കൊടുക്കുന്നു. അത്തരത്തിൽ വരുമ്പോൾ അതായത് ഈ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള സാമൂഹ്യക്ഷേമ പെൻഷന്റെ അടിവേരറുക്കുന്നത് ജനപ്രതിനിധികളും ചില ഉദ്യോഗസ്ഥരും കൂടി ചേർന്നാണോ, അവർ തമ്മിലൊരു ഗൂഢാലോചനയുണ്ടോ എന്നതാണ് ഇപ്പോൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ മാത്രം 42 പേരിൽ 38 പേരും അനർഹരാണെന്ന് പരിശോധനാ വിഭാഗം കണ്ടെത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് പാകപ്പിഴ എന്നത് പരിശോധിക്കേണ്ടതല്ലേ? RTO കാരണം എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM പ്രതിനിധി, AM ജാഫർ ഖാൻ NGOA വൈസ് പ്രസിഡന്റ്, ഡോക്ടർ ഹനീഷ കോട്ടക്കൽ നഗരസഭ അധ്യക്ഷ അല്പസമയത്തുള്ള നമുക്കൊപ്പം ചേരും. ധന്യരാമൻ സാമൂഹ്യ നിരീക്ഷകയും നമുക്കൊപ്പമുണ്ട്. ധന്യരാമൻ, നോക്കൂ, ദരിദ്രരായ മനുഷ്യർക്ക്, നിരാലംബരായ മനുഷ്യർക്ക്, മറ്റ് ആശ്രയവും അഭയവുമില്ലാത്ത മനുഷ്യർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 1600 രൂപ കൈപ്പറ്റിയിരിക്കുന്ന 1488 പേരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ടവരുണ്ട്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ടവരുണ്ട്, കോളേജ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ടവരുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ 42-ൽ 38 പേരും അനർഹരാണ്. അതിലൊരാൾക്കൊരു BMW കാറുണ്ട്, AC വെച്ച മുറികളിൽ കിടന്നുറങ്ങുന്നു. നമ്മുടെ നാട്ടിൽ അതിദരിദ്രരുടെ എണ്ണം 16,000 ആണെങ്കിലും ഈ പൈസ കാത്തിരിക്കുന്ന ധാരാളം മനുഷ്യർ 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്. അവരുടെ മുന്നിലാണ് ഈ തട്ടിപ്പും കൊള്ളയും നടക്കുന്നത്. ആരുടെ വീഴ്ചയാണ് ധന്യ? ആദ്യമായിട്ട് ഇതൊരു വ്യക്തിഗത എൻക്വയറിയാണ് ആദ്യം വേണ്ടത്. കാരണം ഈ 1458 പേരാണോ ഈ ലിസ്റ്റിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് അത് പൂർണ്ണമാണോ, ആ കണക്ക് പൂർണ്ണമാണോ എന്നുള്ളത് അറിയില്ല. രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ച് ഞാനിതിനെ എങ്ങനെ കാണുന്നു, ഞാൻ ജനിച്ചു വളർന്ന ജില്ല കാസർഗോഡാണ്. ഞങ്ങൾ പണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളത്. നൽക്കതായ എന്ന് പറയും. നൽക്കതായ കമ്മ്യൂണിറ്റി ഹിന്ദു പട്ടികജാതി വിഭാഗത്തിലുള്ളവരാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ 5000 കുടുംബങ്ങൾ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. ഞങ്ങൾ പണ്ട് കർണാടക സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നവരാണ്. കാസർഗോഡ് ജില്ല ഫോം ചെയ്തപ്പോഴാണ് മഞ്ചേശ്വരം മണ്ഡലം അടക്കം ഞങ്ങൾ കേരളത്തിൻ്റെ ഭാഗമായത്. എൻ്റെ പൂർവികർ കേരളത്തിൻ്റെ ഭാഗമായത്. കേരളത്തിൻ്റെ ഭാഗമായതിനു ശേഷം സ്റ്റിൽ ഈ 2024 വരെ ഇന്ന് വരെ ഈ 5000 കുടുംബങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യരും ഒരു വിധവാ പെൻഷനോ, ഒരു വികലാംഗ പെൻഷനോ, ഒരു ഭിന്നശേഷി പെൻഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പെൻഷനും കിട്ടാത്ത മനുഷ്യരാണ്. എന്നുവെച്ചാൽ അവരുടെ ജീവിതം അതീവ നരകമാണ്. എനിക്കത് പറയാൻ നാണക്കേടുണ്ട്. ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പം മഞ്ചേശ്വരത്ത് നൽക്കതായ കമ്മ്യൂണിറ്റിയിലെ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് എനിക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്, എനിക്ക് ലജ്ജയുണ്ട്. കാരണം ഒന്നുകിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ സാധിക്കണം, ഒന്നുകിൽ സാമൂഹികപരമായിട്ട്. അറിയില്ല, അങ്ങോട്ടേക്ക് ഒരു മനുഷ്യരും പോകാറില്ല. ഞങ്ങൾ സംസാരിക്കുന്ന തുളു ഭാഷയാണ്, ഞങ്ങൾക്ക് മലയാളം അറിയത്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ അമ്മ മലയാളി ആയതുകൊണ്ടല്ലേ എന്നെ മലയാളം പഠിപ്പിച്ചത്. എൻ്റെ ബാക്കി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ മൊത്തം കന്നഡയും തുളുവും ഒക്കെയാണ് സംസാരിക്കുന്നത്. അവർ മലയാളം മീഡിയം സ്കൂളിലല്ല പഠിക്കുന്നത്, അവർ കന്നഡ മീഡിയം സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഭാഷേൻ്റെ പ്രശ്നമൊക്കെ പണ്ട് പറയാം. എന്നിരുന്നാലും ഒരു പഞ്ചായത്ത് ഒരു ബിൽഡിംഗ് റൂൾ, നമ്മളൊരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ചായത്ത് ഒരു ബിൽഡിംഗ് റൂൾ എടുത്ത് നോക്കിയേ, നമ്മളൊരു മതിൽ നിന്ന് ഇപ്പുറത്തേക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് മതിൽ നിന്ന് ഒരു സൺഷെയ്ഡിലേക്ക് 90 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് 89 ഉള്ളെങ്കിൽ ആ പഞ്ചായത്ത് നടപ്പിലാക്കാൻ വിടൂല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള നാട്ടിൽ ഇന്നും ഈ പെൻഷൻ കിട്ടാത്ത മനുഷ്യരുണ്ട്. കാരണം അവരുടെ ജീവിതമൊക്കെ ആരുടെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനൊക്കെ അവിടുത്തെ സ്ത്രീകൾ പോകും. ഭയങ്കര പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യരാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് ഒരു ക്യാമറ പോലും പോയിട്ടില്ല, വളരെ പ്രിമിറ്റീവാണ്. അപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ ഇന്ന ജാതിയല്ലേ, നിങ്ങൾ മുറ്റത്ത് ഉള്ള പണിയെടുക്കൂ, നിങ്ങൾ അകത്ത് പണിയും കൊടുക്കൂല, കൃത്യമായിട്ട് കൂലി കൊടുക്കൂല. കുഞ്ഞുങ്ങളെയൊക്കെ കാണണം, ഭയങ്കര മോശം അവസ്ഥയിലാണ്. ഞങ്ങൾ ഒരു 10-25 പേരല്ലാതെ എൻ്റെ കുടുംബത്തിൽ സർക്കാർ ഉദ്യോഗം കിട്ടിയവരുണ്ട്. അല്ലാതെ എൻ്റെ അച്ഛൻ്റെ ആൾക്കാരുടെ ആ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിലൊന്നും പോയി നോക്കണം. ഈ നൽക്കതായ കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർ ഭയങ്കര പ്രിമിറ്റീവാണ്, ആദിവാസികളെക്കാളും കഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഈ വിവരം അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു. എന്നിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് ഒരു മനുഷ്യർ, അത്രയും ഒരു മനുഷ്യനായിട്ട് പോലും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. എനിക്ക് വളരെ വേദനയുണ്ട് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയും. ഇവരെല്ലാം പറയും ഒരു ഡോക്ടർ അല്ല, ഒരു പ്രൊഫസർ വാങ്ങുന്നു, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ വാങ്ങുന്നു, ഇതൊന്നും അല്ല ജീവിതം. ഇതിനപ്പുറത്തേക്ക് ഒരു അരി വാങ്ങാനായിട്ട് അവർക്കൊക്കെ കറക്റ്റായിട്ട് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാത്തവരാണ്, കൃത്യമായിട്ട് റേഷനറി പോലും ലഭിക്കാത്തവരാണ്. അവർ 1 കിലോ അരി വാങ്ങാൻ, അവരെ മക്കളെ പഠിപ്പിക്കാൻ, അവർക്ക് ഇപ്പോഴും വെളിയിലോട്ട് വരാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ട്, മറ്റു ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയുള്ളവരുണ്ട്. അപ്പോൾ അതൊരു ഭീകരാവസ്ഥയാണ്.
അങ്ങോട്ടേക്ക് ഇന്ന് വരെ ഒരു ക്യാമറ കണ്ണ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് അറിയില്ല, അവർക്ക് ആകപ്പാടെ ഭക്തിയുണ്ട്. അത് ഞങ്ങൾ കൊറഗച്ചനെയും പഞ്ചുരുളിയെയാണ് ആരാധിക്കുന്നത്. അത് മാത്രം അവർ ഭക്തി മാത്രം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ആ ഒരു വിശ്വാസം മാത്രമുണ്ട്. അല്ലാതെ അവർക്ക് അറിയില്ല, പുറം ലോകത്തെ കുറിച്ച് അറിയില്ല. അനർഹരായവരെ പട്ടികയിൽ ഇടം പിടിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പം അത് അവർ ഇവിടെ 40 കോടിയോളം രൂപയാണ് ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയോ അർഹർ അവിടെ അപ്പുറത്ത് കിടക്കുവാണ്. ഒരു മരുന്ന് മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഈ പൈസ എന്തെല്ലാം ആവശ്യത്തിന് 1200 രൂപ അല്ല 1600 രൂപ ഉപകരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ പൈസ എടുത്ത് പോയ ആൾക്കാരുടെ പേരടക്കം നിങ്ങൾ പുറത്തു വിടണം. ഇത് വളരെ മോശമാണ്. അത് ഇത്രയും കാശുള്ളവന് ഇത്രയും പൈസ ഉള്ളൂ. ഈ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ വകുപ്പിലാണ് 374 പേരാണ് ഈ അനർഹ പെൻഷൻ വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ മറുവശം കൂടെയുണ്ട്. ഇപ്പോൾ സംവരണം പാലിക്കാതെ ഭിന്നശേഷി വികലാംഗ ആൾക്കാർക്കൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽ 23,000 പേരാണ് വികലാംഗരുള്ളത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 750 പേരുണ്ട്. ഇന്ന് വരെ ഒരു ആദിവാസിക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഈ ജോലിയും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്ത മനുഷ്യരുണ്ട്. അപ്പോൾ ഈ ഡാറ്റ പുറത്തു വിടുമ്പം ഇത് ഏത് രീതിയിൽ ജോലിക്ക് കയറി എന്നുള്ളത് വരും. അപ്പോൾ സംവരണം പാലിക്കപ്പെട്ടിട്ടില്ല കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഈ ഡീറ്റെയിൽസ് പുറത്തു വരുന്നതുകൊണ്ടും ഇവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടുന്നതിലേക്ക് എത്തുന്നതുകൊണ്ടും അതിന് പെട്ടെന്നൊന്നും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, കിർത്താഡ്സിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് 3000 പേര് പട്ടികജാതി പട്ടികവർഗ സർട്ടിഫിക്കറ്റ് വാങ്ങി സ്റ്റേറ്റിൻ്റെ കീഴിലും സെൻട്രൽ ഗവൺമെൻറ് കീഴിലും ജോലി ചെയ്യുന്നവരുണ്ട്. 2012 അത് കിർത്താഡ്സിൻ്റെ വിജിലൻസ് കണ്ടെത്തി ഹൈക്കോടതിയിൽ എത്തിച്ചതാണ്. ഇന്ന് വരെ ആ ഉദ്യോഗസ്ഥരുടെ പേര് വിവരമോ ഒന്നും പുറത്തു വന്നിട്ടില്ല. നായാടി എന്നുള്ള പട്ടികജാതി വിഭാഗത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. നായർ, പിന്നെന്താണ് നാടാർ, ഇതുപോലത്തെ കാസ്റ്റ് അവർ റവന്യൂ പോയി അവർ തിരുത്തി എഴുതിയാണ് ഈ ഡോക്യുമെൻ്റ്. SBIയിലെ പ്രൊബേഷണറി ഓഫീസർമാർ, വലിയ പോസ്റ്റുകൾ, ബാങ്ക് മാനേജർമാരെല്ലാം ഇത്തരത്തിലുള്ള ജോലി കരസ്ഥമാക്കിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും അവർ എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്താലും കുറച്ച് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ചാൽ വിജിലൻസ് പിടിക്കും. അല്ലാണ്ട് പലിശ സഹിതം ഈ പണം തിരിച്ചു കൊടുത്താൽ ഈ പ്രശ്നം അവസാനിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഒരു വലിയ പദ്ധതിയുടെ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഇവർ. അവർ ഈ സർവീസിൽ തുടരുന്നത് തന്നെ ന്യായീകരിക്കാൻ കഴിയുമോ? ധന്യയാണ് ഈ സാമൂഹ്യക്ഷേമം ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വിടണം. അവരെങ്ങനെ പേറോൾ സ്റ്റാഫായി എന്നുള്ളത്, ഗവൺമെൻറ്റിൻ്റെ പേറോൾ സ്റ്റാഫായിട്ട് അവരെങ്ങനെ കയറി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് ഏത് രീതിയിലാണ് എന്തുകൊണ്ടാണ് ഈ ഡാറ്റ പുറത്തുവിടാത്തത്? അത് സ്റ്റേറ്റ് പുറത്തുവിടണം എന്നുള്ള ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ട് കുറ്റകൃത്യങ്ങളെ വേരോടെ കുഴിച്ചുമൂടാൻ ഇപ്പോഴത്തെ സർക്കാർ വിചാരിച്ചാൽ സാധിക്കും. അത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ പോലെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് ആവശ്യപ്പെടുന്നതും. പക്ഷെ അപ്പോഴും അരുൺ പറയുന്നത് പോലെ ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർ ചേർന്നൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു BMW കാറുള്ള AC മുറികളിലുള്ള ഈ പറഞ്ഞതുപോലെ അരുൺ പറഞ്ഞതുപോലെ പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് AC അഴിച്ചു മാറ്റി വെച്ച് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏറ്റുവാങ്ങാൻ വേണ്ടി മനസ്സുള്ള ഒരു വിഭാഗം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർമാരോ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരോ വരുന്നു. അവരെ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വരുന്നു. അപ്പോൾ ഒരു വലിയ മാഫിയ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിലുണ്ട്. CAG റിപ്പോർട്ടിൽ പറയുന്നത് 1458 അല്ല 9021 പേർ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും അതേപോലെ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവരും സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് 2022 കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ജാഫർ ഖാൻ. ഇതിനകത്ത് ഇപ്പം ശ്രീ അരുൺകുമാർ പറഞ്ഞത്, ഞാൻ മസ്റ്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതല്ല എന്ന് പറഞ്ഞു. 100% തെറ്റാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലനിൽക്കാൻ മസ്റ്ററിങ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു വെരിഫിക്കേഷൻ നടത്തുന്നില്ല. ഇത് മറ്റന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഒഴിവാക്കപ്പെടുന്നത്. അപ്പോൾ അത് കൃത്യമാണ്. അത് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. 2, ഈ സംവിധാനം പഞ്ചായത്ത് തലത്തിലുള്ള സംവിധാനത്തിനും അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതിക്കും ഒക്കെ ഒരു സംവിധാനമുണ്ടോ എന്ന് അരുൺകുമാർ ചോദിച്ചത്, അത് മിക്കവാറും പഞ്ചായത്തുകളിലുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ കാണുന്ന മറ്റൊരു കാര്യം, സർക്കാർ ഇതിന് കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെളിവ് തരാൻ തയ്യാറാണ്. കാരണം പഞ്ചായത്തുകളിൽ ഈ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ CAGയുടെ ഓഡിറ്റിൻ്റെ കാര്യം പറയുന്നു. ഓഡിറ്റ് നടത്തിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. നിങ്ങൾക്കറിയാമോ 2022 വരെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പെർഫോമൻസ് ആഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പെർഫോമൻസ് ആഡിറ്റ് 66 യൂണിറ്റ് സ്റ്റേറ്റ് ഒട്ടുകൊണ്ടായിരുന്നു. 66 യൂണിറ്റ് വരുമ്പോൾ ഏകദേശം 5ഓളം യൂണിറ്റുകൾ ഓരോ ജില്ലകളിലും പെർഫോമൻസ് ആഡിറ്റ് ഉണ്ടായിരുന്നു. എല്ലാ മാസവും
പഞ്ചായത്തുകളിൽ ഈ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ടീം, ഒരു സീനിയർ സൂപ്രണ്ട്, ഒരു ജൂനിയർ സൂപ്രണ്ട്, 2 സീനിയർ ക്ലർക്ക് അടക്കമുള്ള 5 6 പേരടങ്ങുന്ന ഒരു ടീം എല്ലാ മാസവും പഞ്ചായത്തുകളിൽ ഓഡിറ്റ് നടത്താറുണ്ട്. ആ ഓഡിറ്റിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള വീഴ്ചകൾ കണ്ടെത്തി അടുത്ത മാസം അത് റെക്ടിഫൈ ചെയ്ത് തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കഴിഞ്ഞ എത്രയോ കൊല്ലമായി നടന്നു വന്നതാ. ഈ 2022 ഇത് ഈ ഗവൺമെൻറ് നിർത്തലാക്കി. ഈ ഗവൺമെൻറ് നിർത്തലാക്കിയിട്ട് അതിൻ്റെ സീനിയർ സൂപ്രണ്ടുമാർക്ക് ഒരു പ്രൊമോഷൻ കൊടുത്ത് IVO പോസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ വന്നുകൊണ്ട് അവരെ നേരെ ഡയറക്ടറേറ്റിലെടുത്തു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ 5 വകുപ്പും ഒരു മുനിസിപ്പൽ കോർപ്പറേഷനും അടക്കം 6 വകുപ്പുകൾ ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ വകുപ്പാക്കി മാറ്റി. ആ വകുപ്പാക്കി മാറ്റിയപ്പോൾ ഈ പെർഫോമൻസ് ഓഡിറ്റ് പൂർണ്ണമായും നിർത്തലാക്കി. ഇതിൻ്റെ യഥാർത്ഥ കക്ഷി സർക്കാരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഒരു പരിശോധന സംശയം, ആ പരിശോധന സംവിധാനത്തെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞുള്ളതാണ്. അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അയാളുടെ അക്കൗണ്ടിലേക്ക് 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വന്നാൽ അയാൾ അറിയില്ലേ? അതറിയും. ഞാൻ പറഞ്ഞല്ലോ, അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പേര് പുറത്തുവിടുക. ഇതിങ്ങനെ പുകമറ സൃഷ്ടിക്കുന്ന എന്തിനാ? ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റിയിൽ അത് അന്വേഷിച്ചപ്പം ആളെ മനസ്സിലായല്ലോ. ശരി, ഞാൻ ആ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒന്ന് പോയി വരാം. കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ നമുക്കിപ്പമുണ്ട്, ഡോക്ടർ ഹനീഷ. ഡോക്ടർ ഹനീഷ, വെൽക്കം. ഡോക്ടർ ഹനീഷ, 42 പേരുടെ ലിസ്റ്റിൽ 38 പേരും അനർഹരാകണമെന്നുണ്ടെങ്കിൽ അവിടെ അസ്വാഭാവികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഹനീഷ? നമുക്ക് 2021 11-ാം മാസം 2021 ജില്ലാ ധനകാര്യ പരിശോധനയുടെ ഭാഗമായിട്ട് നമുക്ക് 3 കത്തുകളാണ് ധനകാര്യ സ്ക്വാഡിൽ നിന്ന്, ഫിനാൻസ് സ്ക്വാഡിൽ നിന്ന് നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ആദ്യം വന്ന ലെറ്റർ 63 പേരുടെ, അങ്ങനെ തന്നെ പറയാം, വാർഡ് 7-ലുള്ള 63 പേരുടെ അപേക്ഷയും പെൻഷൻ അപേക്ഷയും മറ്റ് അനുബന്ധ രേഖകളും സമർപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു ലെറ്ററായിരുന്നു. അത് കഴിഞ്ഞ് 2022 തന്നെ 22-ൽ 20 ആളുകളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വിവരങ്ങൾ നൽകണം എന്നുള്ള ഒരു ലെറ്ററായിരുന്നു. മൂന്നാമത് വന്നത് നമുക്ക് 23-ൽ വന്നത് പിന്നെ 40 ഈ അർഹതാ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ്റെ പേര്, തസ്തിക ആൻഡ് പെൻ. ഈ ഒരു 3 ലെറ്ററുകളാണ് നമുക്ക് ധനകാര്യ സ്ക്വാഡിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇതിനുള്ള റിപ്ലൈ, അതായത് ഇതിനുള്ള മറുപടി കൃത്യമായിട്ട് പോയതുമാണ്. അതിനുശേഷം ഇന്നേ വരെ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ 38 പേർ അനർഹരാണെന്ന്, ഇപ്പോൾ പറയുന്ന ഈ അനർഹരാണെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിച്ചു, അതിൽ BMW കാറും 2000 സ്ക്വയർ ഫീറ്റ് വീടും AC മുറികളും ഒക്കെ ഉള്ളവർ ഈ പെൻഷൻ വാങ്ങുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. 5300-ഓളം പേര് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. നമുക്കറിയാം, ഏതൊരാൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അപേക്ഷ നൽകാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞ ഒരു വാർദ്ധക്യ പെൻഷൻ നൽകാം, വിധവാ പെൻഷൻ നൽകാം. എല്ലാവർക്കും അപേക്ഷ നൽകാൻ അർഹതപ്പെട്ടവരാണ്. അർഹതപ്പെട്ട് അപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്ന മുറക്ക്, അതല്ലെങ്കിൽ അത് അർഹരാണെങ്കിലും അനർഹരാണെങ്കിലും ആ ലിസ്റ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് അതിൽ നിന്ന് നമുക്ക് കൗൺസിലേക്ക് ശുപാർശ ചെയ്യുകയാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ ഒരു കണക്ക് ഞാൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം ഈ ഒരു 8-ാം തീയതി 48 അപേക്ഷകൾ വന്നതിൽ 30 പേര് അംഗീകാരം ലഭിച്ചവരും 16 പേര് നിരസിക്കപ്പെട്ടവരുമാണ്. 9-ാമത്തെ മാസത്തിൽ 24 അപേക്ഷകളിൽ 18 പേര് പെൻഷൻ അർഹരപ്പെട്ടവരും 6 എണ്ണം നിരസിച്ചവരുമാണ്. ഈ അവസാന മാസം 10-ാം മാസത്തിൽ വന്നതിൽ 51 അപേക്ഷകളിൽ 31 പേര് അർഹതപ്പെട്ടവരും 16 പേര് നിരസിച്ചവരുമാണ്. അപ്പം ഞാൻ പറയണത്, ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. എല്ലാ മാസവും പെൻഷൻ അപേക്ഷകൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് അതൊരു സുതാര്യമായ പ്രക്രിയയാണ്. ഞാൻ മനസ്സിലാക്കിയത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ധനകാര്യ വകുപ്പിൻ്റെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തെ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കൗൺസിലോട് ഹനീഷ ചോദിച്ചോ ഇങ്ങനെ അനർഹർ അവിടെ ഉണ്ടോ? അപ്പോൾ കൗൺസിൽ എന്ന് മറുപടിയാണ് പറഞ്ഞത് ഹനീഷ?
തീർച്ചയായിട്ടും കൗൺസിലറോട് മാത്രമല്ല, ഞാനൊരു റാൻഡം ചെക്കിംഗ് ഇതിൽ നടത്തിയതാണ്. 42 പേരിൽ പലവരെയും ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോഴും നമ്മളത് അതാ ഞാൻ പറയാം, കാടടച്ച് വെടിവെക്കാതെ നമ്മൾ ഇതിൽ ഇപ്പോഴും ഈ 42 പേരിലും ഇപ്പോഴും അർഹതപ്പെട്ട പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. 1600 എന്ന് പറഞ്ഞ ഒരു വലിയ സംഖ്യയായിട്ട് കണക്കാക്കുന്ന ആളുകൾ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. അത് ഇപ്പോഴും വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, AC ഇല്ലാത്തവരുണ്ട് വീട്ടിൽ. ഇനി ആരെങ്കിലും, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഈ കൗൺസിൽ 32 അംഗങ്ങളുള്ള കൗൺസിലാണ് നഗരസഭയ്ക്കുള്ളത്. ഇവരെല്ലാവരും ഒരേ ഒരു സ്വരത്തിൽ പറയാണ്, ഇതിൽ ആരെങ്കിലും അനർഹർ കറന്നു കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടിയെടുക്കും. മറ്റൊന്ന്, ഹനീഷ, ഇതിന്റെ പ്രധാനപ്പെട്ട ആരോപണം നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാർ അറിയാതെ അനർഹർ ഈ പട്ടികയിൽ വരില്ല എന്നാണ്. കാരണം ഇവരുടെ വീട്, ഇവരുടെ ആസ്തി, ഇവരുടെ ബന്ധുക്കൾക്ക്, ഇവരുടെ പങ്കാളിക്ക് ജോലിയുണ്ടോ, സർവീസ് പെൻഷൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതാത് മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കും കൗൺസിലർക്കും അല്ലേ അറിയാൻ കഴിയുക. അങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൗൺസിലറുടെയും നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടി വീഴ്ചയല്ലേ? ഞാനതിൻ്റെ പൂർണ്ണരൂപം പറയാം. 2010 അന്ന് വലിയ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അപേക്ഷിച്ച ഒരുപാട് ആളുകൾ ഈ ലിസ്റ്റിലുണ്ട്, ഇപ്പം പറഞ്ഞ ലിസ്റ്റിലുണ്ട്. 2010 നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും അത്ര മെച്ചപ്പെട്ടതാവില്ല, ചെറിയ വീടായിരിക്കാം, കാർ ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അന്നത്തെ കാലത്ത് അർഹരായവർ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അർഹരായവർ പിന്നീട് അർഹരായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ ലിസ്റ്റിൽ ഉണ്ടാവുക. തീർച്ചയായിട്ടും നടപടിയെടുക്കും. അതായത് 2010 അർഹരായവർ പിന്നീട് അനർഹരായി മാറിയിട്ടുണ്ടെങ്കിൽ, അഥവാ അവർക്ക് സാമ്പത്തിക ശേഷി കൂടിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ജോലി കിട്ടുകയോ മറ്റേതെങ്കിലും ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പട്ടികയിൽ നിന്ന് പുറത്താവണം. 1 ലക്ഷത്തിൽ പുറത്ത് വാർഷിക വരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരാ കണ്ടെത്തേണ്ടത് ഹനീഷ? അത് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഒരുപാട് അപേക്ഷകൾ ഓരോ മാസവും വരും. അത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ മസ്റ്ററിങ് നമുക്കറിയാം. മസ്റ്ററിങ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. മസ്റ്ററിങ്ങിൽ 2023 മാർച്ച് 31 നമ്മൾ ഈ ഒരു ലിസ്റ്റ് മുഴുവൻ പുനഃക്രമീകരിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ ഓർഡർ പ്രകാരം 2023 മാർച്ച് 31 അതിൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് സർക്കാർ തീരുമാനമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർ മാത്രമേ ഇപ്പോൾ ലിസ്റ്റിലുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഒരു ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവരാണ് ഇപ്പോൾ ഈ പറഞ്ഞ 42 പേരും എന്നുള്ളതല്ലേ. വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലേ? സോറി, പ്രവാസികളുടെ ബന്ധുക്കളും പങ്കാളികളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, റാൻഡം ചെക്കിങ്ങിൽ ഞാൻ വിളിച്ച ആളുകളെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലേക്ക് വരികയാണ്. BMW ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ വാർഡ് 7 താമസിക്കുന്നവരാണ്. ഒരു അച്ഛനും അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഇവരുടെ മകന് BMW ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവർ താമസം ഇവിടെയല്ല, ബാംഗ്ലൂരോ മൈസൂരോ, അവിടെ ബാംഗ്ലൂർ ചെന്നൈ ഏതോ ഒരു ഭാഗത്താണ്, കേരളത്തിലെ അല്ല. ഇവർ അച്ഛനും അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. ചെറിയ വീടാണ്. അവർക്ക് പെൻഷൻ അർഹതപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൊടുത്തത്. മകൻ അവരെ കൂടെയല്ല, അവർ വേറെ എവിടെയോ ആണ്. അത് മകൻ കോടീശ്വരനാണ്, പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഇതിൽ ഇനിയും സോറി, മകന് BMW വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, പക്ഷേ ആ കുടുംബത്തിന് ക്ഷേമ പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നാണ് ഡോക്ടർ ഹനീഷയുടെ പക്ഷം. മകൻ അവരെ കൂടെയല്ല താമസം, മകൻ വേറെ എവിടെയോ ആണ്, കേരളത്തിലെ അല്ല താമസം. പക്ഷേ ചട്ടപ്രകാരം മകന് ഇത്തരത്തിൽ വരുമാനമുണ്ടെങ്കിൽ, മകന് ഈ 1 ലക്ഷത്തിലധികം രൂപ വരുമാനമുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും അവരുടെ കൂടെ അല്ല താമസിക്കുന്നുണ്ടെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ടോ ഹനീഷ? കൂടെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല. വേറെ ദൂരെ താമസിക്കുന്നവർ അച്ഛനെ അമ്മനെ നോക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിച്ച ശേഷം നൽകിയ പെൻഷനാണ്. മാത്രമല്ല 2010 വന്ന അപേക്ഷകളാണ് ഇതെല്ലാം. അതിൽ പരിശോധിച്ച് ഇനി ഇതിൽ ക്രമക്കേടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടി. ഞാൻ തിരിച്ചു വരാം, അല്പസമയം കൂടി തുടരണം. ഞാൻ അനുള്ളിലേക്ക് കൂടി വരാം. ഇതിനകത്തൊരു വ്യക്തത വരുത്താനുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലർക്ക് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ കൂടി ദൂരീകരിക്കേണ്ടതുണ്ട്. അനാസ്ഥയോ എന്നാണ് ചോദ്യം.
അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഡോക്ടർ ഹർഷ പറഞ്ഞതുപോലെ മകന് BMW കാറുണ്ട്, അദ്ദേഹം ബാംഗ്ലൂരിലാണ് താമസം. എന്നാൽ അച്ഛനും അമ്മയും നാട്ടിലാണ്. അവർ നിരാലംബരാണെന്ന് കണ്ട് 2010 തുടങ്ങിയ പെൻഷൻ അവരിപ്പോഴും ഏറ്റുവാങ്ങുന്നു. അതാണോ ധനകാര്യ പരിശോധനാ വിഭാഗം വലിയ കണ്ടെത്തലായി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്? അല്ല, ഇതിപ്പോൾ ഒരു നഗരസഭാ അധ്യക്ഷ എന്ന രൂപത്തിൽ അവരുടെ ഒരു അഭിപ്രായം പറയുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് അനധികൃതമായി ഇത്ര ആളുകൾ ഇത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത്. അവരോടെല്ലാം വിശദീകരണ കത്തും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭാ അധ്യക്ഷ തന്നെ പറഞ്ഞല്ലോ, 2023 കൃത്യമായി മസ്റ്ററിംഗ് നടത്തി മാർച്ച് മാസം 31 എല്ലാവരുടെയും വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധിച്ചിട്ട് ഒരു ഏകീകൃത ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് ഗവൺമെന്റ് പുറത്തിറക്കി. അവർക്കാണ് ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞ ശ്രീ ജാഫർ ഖാൻ പറഞ്ഞ വാദം നുണയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന മാത്രം ഒരു പരിശോധന മാത്രമാണ്, അല്ലാതെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടുള്ള ഒരു പരിശോധന ഇല്ല എന്ന് ഒരു NGO അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വന്ന് ഈ ചർച്ചയിൽ പറയുകയാണ്. ഇവിടെ സാധാരണക്കാർ ചെറിയ തട്ടിപ്പെടുത്ത അല്ലെങ്കിൽ ചെറുതായിട്ട് ഇച്ചിരി തുക കൈപ്പറ്റി എന്നതും ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളായിട്ട് ഈ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ആ തങ്ങളുടെ കൂടെയുള്ള 1450ഓളം പേർ ഇത്തരത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുന്നുണ്ട് എന്ന ഗൗരവമായിട്ടുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഗവൺമെന്റാണ് ചെയ്തത്, ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുവാനും അതിൽ രാഷ്ട്രീയം കലർത്തുവാനുമുള്ള ശ്രമത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് എല്ലാവരും കൂട്ടായിട്ടുള്ള പരിശോധന നടത്തണം, കൃത്യമായിട്ട് സ്വയം പരിശോധനയും നടത്തണം. 100 അനർഹർ മേടിക്കുമ്പോൾ 200 പേരെങ്കിലും അർഹതപ്പെട്ടവർ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വരും. ഇപ്പം എത്രയോ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ പരിശോധിച്ചിട്ട് അതിൽ ഏറ്റവും ക്രീമായിട്ടുള്ളത് മാത്രമല്ലേ പരിഗണിക്കപ്പെടുക, കുറേയൊക്കെ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ആ ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുമ്പോഴും പെൻഷൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോഴും എല്ലാം അർഹതപ്പെട്ട എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അനർഹരായിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനും സ്വയമായിട്ട് വലിയ ശമ്പളം മേടിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരിക്കലും ഈ പാവപ്പെട്ടവരുടെ ആനുകൂല്യം തട്ടിയെടുക്കരുത് എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക്, പൊതുബോധത്തിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ശ്രീമതി ധന്യരാമൻ പറയുകയാണ്, തൻ്റെ സമുദായത്തിൽപ്പെട്ട 5000-ലധികം പേർക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന്. അവിടെ ഏതെങ്കിലും വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ടതല്ലേ? വികലാംഗരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ടവരല്ലേ? 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ കർഷക തൊഴിലാളികളും അർഹതപ്പെട്ടവരല്ലേ? അതുപോലെ അംഗവൈകല്യമുള്ളവർ അർഹതപ്പെട്ടവരല്ലേ? അവർക്ക് ആർക്കും കിട്ടുന്നില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്ന രൂപത്തിൽ ധന്യരാമൻ അടക്കമുള്ളവർക്ക് അത് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമില്ലേ? അവർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നൊരു പൊതു ചർച്ചയിൽ വന്ന് പറയാതെ അത് കിട്ടിക്കാൻ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാൻ എത്രയോ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അതിന് അങ്ങേക്ക് പൂർണ്ണ പിന്തുണ തരികയാണ്. ഞാൻ പറഞ്ഞത് ആ കിട്ടുന്നില്ലെങ്കിൽ, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ, ഒരു സമുദായത്തിൽ മൊത്തം കിട്ടാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് പൊതുജന സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എതിർത്തിയല്ല, കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടുത്താം, മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊടുത്താം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആനുകൂല്യം എന്ന രൂപത്തിലല്ല, അത് അർഹതയാണ്, അത് അവരുടെ അവകാശമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കടമയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയ പെൻഷൻ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുക, സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രമായി നമ്മുടെ സംസ്ഥാനമല്ല രാജ്യം തന്നെ മാറണം. ആ സങ്കല്പത്തിലേക്ക് മാറാൻ കൂട്ടായിട്ടുള്ള പ്രവർത്തനം ആരെങ്കിലും കൊണ്ടുവരണം. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നു തന്നെ ഈ പരിശോധന തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മാസം 23 ലക്ഷം രൂപ മിനിമം ഈ ഉദ്യോഗസ്ഥർക്ക് അനർഹമായി പെൻഷൻ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. 39 കോടിയോളം രൂപയാണ് അനർഹർക്ക് പെൻഷൻ കൊടുത്തതെന്നാണ് CAG റിപ്പോർട്ട്. മാർച്ച് 31 പോലും അതല്ല, അതൊക്കെ ഈ കൊടുക്കുന്നതല്ലേ. മാർച്ച് 31 പോലും എനിക്ക് ജാഫർ ഖാൻ കൂടി മിനിറ്റ് കൊടുക്കണം. ജാഫർ ഖാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അവസാനിപ്പിച്ചു. ഒറ്റ മിനിറ്റ്. അതായത് കൂട്ടായിട്ടുള്ള പരിശോധന, അത് പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശാ വർക്കേഴ്സ്, ഓരോ ഗ്രാമത്തിലെയും ജനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഇടപെടലിലൂടെ മെറിറ്റ് സൂക്ഷിക്കാൻ, അർഹതപ്പെട്ടവർക്ക് മാത്രം ഇത് ഉറപ്പുവരുത്തിയാൽ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും. ഒരു തരത്തിലും ഈ പദ്ധതിയെ അട്ടിമറിക്കുന്ന ശ്രമത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ജാഫർ ഖാൻ മറുപടി ഒറ്റ മിനിറ്റ്. സാർ, ഈ പരിശോധന നടത്തുവാനുള്ള സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെർഫോമൻസ് ആഡിറ്റ് എന്ന് പറയുന്ന ഒരു വിങ് കേരളത്തിൽ 2022 വരെ പ്രവർത്തിച്ചിരുന്നത് ഈ ഗവൺമെൻറ് നിർത്തലാക്കി.
ആ പരിശോധനയുടെ ഇത് കണ്ടെത്താമായിരുന്നു. അതെന്തുകൊണ്ട് നിർത്തലാക്കി? മറുപടി പറയണം. ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ഭാഗമായിട്ടാണോ? അതായിക്കോട്ടെ, ഞാൻ ചോട്ടെ, ആ പരിശോധന എല്ലാ മാസവും പഞ്ചായത്തുകളിൽ നടത്തി, ആ പരിശോധന നടത്തി ഇതിൻ്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ചല്ലോ മസ്റ്ററിങ് നടത്തിക്കൊണ്ടാണ് ഈ ആളിനെ ഒഴിവാക്കിയെന്ന്. എന്തുകൊണ്ട് മസ്റ്ററിങ് നടത്തിയെങ്കിൽ ഈ കോളേജിലെ പ്രൊഫസറെയും ഹയർ സെക്കൻഡറി അധ്യാപകരെയും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല? ആ രീതിയിലാണ് മസ്റ്ററിങ് നടത്തിയെങ്കിൽ കൃത്യമായി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സംവിധാനം ഇവിടെ തകർന്നു നിൽക്കുകയാണ്. അത് മാത്രമല്ല, നേരത്തെ ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് പഞ്ചായത്ത് തലത്തിലുള്ള ഒരു കോക്കസ് ഇത് കൂടിയാലോചന നടത്തി ഇത് നേരെയാക്കാനല്ല, ഇത് കൂടിയാലോചനകൾ നടത്തി ചില താല്പര്യമുള്ള കക്ഷികൾക്ക് ഈ പെൻഷൻ കൊടുക്കുവാനും പിന്നെ വോട്ട് വാങ്ങാനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഏഴാമത്തെ വാർഡിൽ മാത്രം ഇത്രയധികം പേര് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതാ കൗൺസിലർ അറിയാതെ നടക്കുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് നേരത്തെ അഡ്വക്കേറ്റ് അരുൺ പങ്കുവച്ചൊരു ആശങ്കയും. ഇതിൽ ചിലർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവരുടെ താല്പര്യക്കാരെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയുടെ ലിസ്റ്റിലേക്ക് തിരികെ കയറ്റുന്നുണ്ടോ? രാഷ്ട്രീയ താല്പര്യം കണക്കിലെടുത്ത ഹനീഷ? അതൊന്നും കൂടെ ഊന്നി പറയട്ടെ, അത്തരത്തിൽ ഏതെങ്കിലും ക്രമക്കേട് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഇന്ന് തന്നെ നമ്മൾ ഓൾറെഡി കത്ത് ഫോർവേഡ് ചെയ്താണ് സെക്രട്ടറിക്ക്. ഈ 63 ആളുടെയും പെൻഷൻ സ്റ്റാറ്റസ് കൃത്യമായിട്ട് 2 ദിവസത്തിനുള്ളിൽ അറിയിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം നാളെ തന്നെ കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഇന്ന് സെക്രട്ടറിക്ക് കത്ത് പോയതാണ്. മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ ഒരു പ്രവണത ശരിയല്ല. ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം ഇനി നടന്നേ തീരുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന്റെ പരിശോധന നടത്തും. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിനുള്ള തീരുമാനം, അതിനുള്ള മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല. ഇതെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാം, ഏറിയും കുറഞ്ഞും. ധന്യക്ക് ഒരു 30 സെക്കൻഡ് സമയം ഉണ്ട്. അരുൺ അതായത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പം പൊതുസമൂഹം താമസിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ, കള്ളാർ പഞ്ചായത്ത്, പനത്തടി പഞ്ചായത്ത്, ഞങ്ങൾക്ക് ആ 2 മണിക്കൂർ ആ ഒരു സ്പേസസ് അത്രയും യാത്ര ചെയ്താൽ വേണം ഒരു മോർച്ചറി കൊണ്ടുപോകാൻ. ശ്മശാനമില്ല, മോർച്ചറി ഇല്ല, ആംബുലൻസ് ഇല്ല, ഫയർഫോഴ്സ് ഇല്ല. എൻ്റെ നാട്ടിലെ അവസ്ഥയാണ്, കാസർഗോഡ് ജില്ലേൻ്റെ അവസ്ഥയാണ്. പൊതുസമൂഹം താമസിക്കുന്നിടത്ത്, കുടിയേറ്റ ക്രിസ്ത്യൻ താമസിക്കുന്നിടത്ത്, ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ഥലത്ത് ഇങ്ങനെയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആൾക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഞാൻ ചെയ്തു, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു. മാതാപിതാക്കൾ മരിച്ചുപോയ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന 70 കുട്ടികളെ ഞങ്ങൾ മാസം 2000 രൂപ തൊട്ട് 8000 രൂപ വരെ കൊടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. അവർക്ക് പൂർണ്ണ പഠനം. തീർച്ചയായും 5000 പേർ സാമൂഹ്യക്ഷേമ പെൻഷൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ റിപ്പോർട്ടർ TV തന്നെ മുൻകൈ എടുത്ത് അത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം നടത്തും. ഞങ്ങളുടെ കാസർഗോഡ് ബ്യൂറോയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കുന്നു. കാസർഗോഡ് ബ്യൂറോ ഈ വിഷയം ഫോളോ അപ്പ് ചെയ്യും. ആ പഞ്ചായത്തിന്റെ പേര് ധന്യയുമായിട്ട് അവർ ബന്ധപ്പെടും. ആ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തും. അനർഹർ കടന്നുകൂടുന്നതോടൊപ്പം തന്നെ അർഹർ ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് പഞ്ചായത്തിന്റെ പരാജയമാണ്. പിന്തുണ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. അതിന് മാധ്യമം എന്ന നിലയിൽ റിപ്പോർട്ടർ TV അടിയന്തരമായി തന്നെ ഇടപെടുകയും ചെയ്യും. നന്ദി ധന്യരാമൻ, നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, AM ജാഫർ ഖാൻ, ഡോക്ടർ ഹനീഷ ചർച്ചയിൽ ചേർന്നതിന്. ഇനി കാണാം. Debate with Dr. Arun Kumar.